പ്രിയസഖി ഭാഗം 12. ഞാനും ദച്ചുവും മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾക്കായി വാങ്ങിയ വണ്ടി അത് ആദ്യമായി ഓടിക്കുന്നതിന് മുന്നേ മറ്റൊരാൾക്ക് കൈമാറാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം തോന്നിയില്ല. മാത്രമല്ല, ഇന്നത്തെ ഈ യാത്ര എത്ര ആഗ്രഹിച്ചതാ. എന്താ, നിങ്ങൾക്ക് എന്തായാലും ലൈസൻസ് ഇല്ല, പിന്നെന്തിനാ 2 വണ്ടി ഓടി പെട്രോൾ തീർക്കുന്നത്? നിനക്ക് വല്ലിയുടെ കൂടെ പോവാമോ ദച്ചു? ദച്ചു സങ്കടം കൊണ്ട് വലഞ്ഞു. ഞാൻ ദച്ചുവിന്റെ വണ്ടിയെ പൊക്കോളാം കിച്ചുവേട്ടാ. എന്നെക്കാൾ ആഗ്രഹിച്ചത് അവളാണ്. എന്റെ വണ്ടി ഓടിക്കാൻ യോഗം അവൾക്കായിരിക്കും. സാരയില്ല, കിച്ചുവേട്ടൻ പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. എന്നാ നിന്റെ താക്കോലിങ്ങതാ. കയ്യിലിരുന്ന താക്കോലിലേക്ക് നോക്കി. ലവ് ഹാർട്ട് ഷേപ്പിൽ കെ എന്ന അക്ഷരം വെച്ച് റെസിൻ ഗ്ലാസ് ക്രിസ്റ്റൽ ആയിരുന്നു അതിന്റെ കീ ചെയിൻ. കെ എല്ലാവർക്കും കൊച്ചു എന്നാണെങ്കിലും തനിക്കത് കിച്ചു ആയിരുന്നു. സങ്കടത്തോടെ താക്കോൽ കൈമാറി. അപ്പോഴേക്കും വിന്നി ഇറങ്ങി വന്നു. ആഹാ, ഇവളുമാര് പോയില്ലേ? ഞാൻ കരുതി 2ഉം പറന്നിട്ടുണ്ടാവുമെന്ന്. ഹേയ് ഇല്ലടാ, കൊച്ചു ദച്ചുവിന്റെ കൂടെയാ പോകുന്നതെന്ന്. എന്താ, കൊച്ചോ? വിന്നി ഒന്ന് ഞെട്ടി. ഇന്നലെ മുതൽ സ്വന്തം വണ്ടിയിൽ പോകുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്നവളാ. അവള് ദച്ചുവിന്റെ വണ്ടിക്ക് പോകാൻ മാത്രം എന്താ? അതെന്താ കൊച്ചു, നിനക്ക് സ്വന്തം വണ്ടിയിൽ പോണ്ടേ ഇപ്പോ? ഇതിനാണോ നിനക്ക് വണ്ടി വാങ്ങി തന്നത്? മാത്രമല്ല, അവളുടെ കൂടെ ആതിരയും ഇല്ലേ? അതുകൊണ്ടല്ലേ 2 പേർക്കും വണ്ടി വാങ്ങി തന്നത്. ഇല്ലേല് 2നും കൂടെ ഒന്നേ വാങ്ങിത്തരുമായിരുന്നുള്ളല്ലോ. ആതിരയ്ക്ക് ദച്ചുവിന്റെ കൂടെ വരാൻ പേടിയാടാ. അത് കേട്ടതും വിന്നിയുടെ മുഖം ചുവന്നു. വണ്ടി ഓടിച്ച് പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ 2 പേരും വണ്ടി ഓടിക്കുന്നത് നന്നായാണ്. ദച്ചു സേഫായി മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. എന്നിട്ട് നീ എന്താ ഇപ്പോ ചെയ്യാൻ പോകുന്നത്? കൊച്ചുവിന്റെ വണ്ടി അവൾക്ക് കൊടുക്കാൻ പോവാണോ? അത് കേട്ടതും അങ്ങോട്ട് വന്ന ആതിരയുടെ മുഖം വിടർന്നു. തനിക്ക് വണ്ടി വാങ്ങി തന്നില്ല എന്നൊരു സങ്കടം അവൾക്കുണ്ടായിരുന്നു. ഇതിപ്പോ കൊച്ചുവിന്റെ വണ്ടിയാണെങ്കിലും ദച്ചുവിന്റെ വണ്ടിയാണെങ്കിലും തനിക്ക് തന്നെ പോകാലോ. ആതിര അങ്ങോട്ട് വന്നത് എല്ലാവരും കണ്ടു. കിച്ചു ജീപ്പിന്റെ താക്കോൽ വിന്നിയുടെ കയ്യിൽ കൊടുത്തു. തന്നെ കൊണ്ടുവിടാൻ കിച്ചുവേട്ടൻ തന്നെ വരികയാണോ? കിച്ചു പോയി കൊച്ചുവിന്റെ വണ്ടിയിൽ കയറി. വിന്നി അന്തം വിട്ട് നിൽക്കുകയാണ്. കൊച്ചുവിന് ആകെ സങ്കടമായി. സ്വന്തം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതുപോലുമില്ല. ഇച്ചനാണ് ഇന്നലെ വെഞ്ചരിക്കാൻ കൊണ്ടുപോയതുപോലും. വണ്ടി അവൾക്ക് കൊടുക്കുന്നത് പോട്ടെ, ഇന്ന് അവളുടെ സാരഥിയായി കിച്ചുവേട്ടൻ തന്നെ പോകുന്നു. ഓർത്തപ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ. ആതിര കൊച്ചുവിനെ പുച്ഛത്തോടെ നോക്കി. പിന്നെ കിച്ചുവിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. വല്ലി ഒന്നും മിണ്ടാതെ ദച്ചുവിന്റെ അടുത്തേക്ക് പോയി. ദച്ചുവിനും എന്തോ പോലെയായി. തന്റെ വണ്ടി കൊടുക്കാനായി അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി. വിന്നിയുടെ മുഖം മുറുകി. തന്റെ പെങ്ങളെ വിഷമിപ്പിക്കുന്നത് ആരായാലും അത് സഹിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. വിന്നിയും കിച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. നീ എങ്ങോട്ടാ വിന്നി വരുന്നത്? താക്കോൽ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വാ. നമ്മൾ 2ഉം ഇന്ന് കൊച്ചുവിന്റെ സ്വപ്ന ശകടത്തിലാ കോളേജിൽ പോകുന്നത്. കിച്ചു അത് പറഞ്ഞതും 4 പേരുടെയും കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നു. കൊച്ചു തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം വിടർന്നു. പോയി താക്കോൽ വെച്ചിട്ട് വാടാ. കിച്ചു വിന്നിയെ ഓടിച്ചു. വിന്നി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് പോയി. കിച്ചുവേട്ടാ, ഞാൻ എങ്ങനെ പോവും? കിച്ചുവേട്ടൻ കൊണ്ടുപോയി ആക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ആതിര കിച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവാ? പോകാൻ നോക്ക്. ആതിരയ്ക്ക് മറുപടി പറയാതെ കിച്ചു ദച്ചുവിനോടും കൊച്ചുവിനോടും പറഞ്ഞു. അവർ വേഗം വണ്ടിയിൽ കയറിപ്പോയി. നീ ഇത്രയും ദിവസം എങ്ങനെയാ പോയത്? ബസ്സിന്. ഇന്നും അങ്ങനെ പോയാ മതി. അപ്പോഴേക്കും വിന്നി വന്നു. അവൻ വണ്ടിയിൽ കയറി. കിച്ചു അതും ഓടിച്ച് പുറത്തേക്കിറങ്ങി. ഞാൻ വിചാരിച്ചത് നീ അവളെ കൊണ്ടുപോവാനാണെന്നാ. ഓ പിന്നെ, എന്റെ പട്ടി കൊണ്ടുപോകും, അതും കൊച്ചുവിന്റെ വണ്ടിയില്. നീ എന്നെ തല്ലിക്കൊല്ലുന്നത് ഞാൻ സഹിക്കും, പക്ഷേ കൊച്ചുവിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ സഹിക്കില്ലടാ. വിന്നി ഒന്ന് പുഞ്ചിരിച്ചു. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണെന്ന് അവനും അറിയാം. എന്നാലും ഒരു നിമിഷം പകച്ചുപോയി. വീട്ടില് ഒരു അടക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചതാ. എന്തോന്ന്? അല്ല, നിന്റെ വണ്ടി അവൾക്ക് കൊടുത്താലും അവളെ കയറ്റി കൊണ്ടുപോയാലും നീ ഇന്ന് ചേട്ടായിയുടെ വധം നടത്തുമെന്ന് തോന്നിയിരുന്നു. ആ ഭാഗ്യമുണ്ട്. വല്ലി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. നേരാ,
കുറച്ച് നിമിഷങ്ങൾ ഹൃദയം നിന്നുപോയ പോലെയായിരുന്നു. പക്ഷേ കിച്ചുവേട്ടൻ തന്റെ വണ്ടി ഓടിക്കാൻ എടുത്തപ്പോൾ വല്ലാത്ത സന്തോഷവും. അന്ന് കോളേജിലേക്ക് ആതിര വന്നില്ല. ദച്ചു ആതിരയും കിരണമില്ലാത്ത കോളേജ് അടിച്ചു പൊളിച്ചു. ഉച്ച സമയത്ത് വല്ലിയുടെ കൂടെ കൂടി. അവൾ സീനിയർ അഞ്ചംഗ സംഘത്തിലും. അഞ്ചംഗ സംഘം അവരെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല കോളേജ് ചെയർമാന്റെ അനിയത്തിയാണ് ഒരാൾ എന്നതും അവർക്ക് കുറച്ച് അഭിമാനം നൽകി. പലപ്പോഴും തന്റെ മേൽ വീഴുന്ന ജോയലേട്ടന്റെ കണ്ണുകൾ വല്ലി കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷേ ബാക്കി 5 പേരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വല്ലി മ്യൂസിക് ബാൻഡിൽ ചേർന്നു. നല്ല പേർ ഗായകരായി പ്രദീപും വല്ലിയും മാറി. ദിനങ്ങൾ കൊഴിഞ്ഞു. ആതിര ദച്ചുവിന്റെ കൂടെയാക്കി വരവ്. കിച്ചു ആദ്യ ദിവസം മാത്രമേ കൊച്ചുവിന്റെ വണ്ടി ഉപയോഗിച്ചിരുന്നുള്ളൂ. സ്ഥിരമാക്കിയാൽ കുട്ടികൾ ശ്രദ്ധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. പള്ളിയിൽ പെരുന്നാൾ കൊടിയേറി. പള്ളി പരിസരം തോരണവും മാലകളും പലവിധ കടകളാലും നിറഞ്ഞു. പിരിവുകളും മറ്റും കാര്യമായി തന്നെ JP ഗ്രൂപ്പ് നൽകിയിരുന്നു. പെരുന്നാൾ ശനിയും ഞായറുമായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് പള്ളി പരിസരത്തുകൂടെ നടക്കുകയായിരുന്നു വല്ലിയും ദച്ചുവും. ആതിര ഈ വക പരിപാടി ഇഷ്ടമില്ലാത്ത കാരണം വീട്ടിൽ തന്നെ ഇരുന്നു. അവളല്ലേലും ബ്രാൻഡിന്റെ ആളാ. ഒന്നും വാങ്ങാനില്ല എങ്കിലും ഓരോ കടയിലും കയറിയിറങ്ങുന്നത് നമുക്ക് പറഞ്ഞ പരിപാടിയാണല്ലോ. അപ്പോഴാണ് വിനുവും ജിത്തുവും സിമിയുമായി വിന്നി വന്നത്. പെരുന്നാൾ കൂടാൻ അവരെ ക്ഷണിച്ചിരുന്നു. വിന്നിയാണ് ബസ് സ്റ്റോപ്പിൽ പോയി അവരെ കൂട്ടി വന്നത്. ബാഗുകൾ വണ്ടിയിലിരിക്കുന്നത് കൊണ്ട് കിച്ചു അവരുടെ അടുത്തേക്ക് വന്നില്ല. പിന്നെ എല്ലാം കൂടെ വായനോട്ടവും കമന്റടിയുമായി മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞ് കിച്ചു എല്ലാത്തിനെയും കൂട്ടി ബജിക്കടയിൽ കയറി. വയറ് നിറയെ ബജിയും കരിമ്പ് ജ്യൂസും വാങ്ങി നൽകി. തിരിച്ച് വീട്ടിലേക്ക് പോയി. വല്ലിയുടെ വീട്ടിൽ എല്ലാവരും എത്തിയിരുന്നു. ഇളയപ്പന്മാരും കൊച്ചപ്പന്മാരും ആന്റിമാരും പിള്ളേരുമായി അടിച്ചു പൊളിച്ചു. ശനിയാഴ്ച ആയതിനാൽ കുപ്പികൾ പൊട്ടി. അമ്മമാരെല്ലാം അടുക്കളയിൽ തന്നെയായിരുന്നു. ഇറച്ചി വറുക്കലും കറിവെക്കലും എല്ലാം തകൃതിയായി നടന്നു. സിമിയും ദച്ചുവും വല്ലിയും ഒരേ മുറിയിൽ കൂടി. ജിത്തുവും വിനുവും ഇച്ചായന്റെ മുറിയിലും. അപ്പുറത്ത് മഹിയേട്ടനും അനൂപേട്ടനും വന്നതുകൊണ്ട് ഇച്ചായൻ കിച്ചുവേട്ടന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ജനനി ആന്റിയും അങ്കിളും താഴെയുണ്ട്. ആതിര മാത്രം ഒന്നിലും പെടാതെ നിന്നു. കുട്ടികളും കൂട്ടുകാരുമായി വല്ലിയുടെ വീട് ബഹളമയമായി. കൂട്ടത്തിൽ 4 സംഘം കൂടെ കൂടിയതോടെ പൂരപ്പറമ്പിന് സമമായിരുന്നു. തിന്നും കുടിച്ചും എല്ലാം 4 പാടും കിടന്നുറങ്ങി. പെരുന്നാൾ ദിനം. വല്ലി രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി പള്ളിയിലേക്ക് പോയി. പാട്ട് കുർബാനയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിറങ്ങി. ഇനി പ്രദക്ഷിണമാണ്. അപ്പോഴേക്കും ആളുകൾ എത്തിയിരുന്നു. വല്ലി ഒരു കുടയെടുത്ത് മുന്നിൽ നടന്നു. ബാൻഡും ചെണ്ടകൊട്ടും വേണ്ട എല്ലാം പ്രദക്ഷിണത്തിലുണ്ട്. വല്ലിയുടെ കൂടെ ദച്ചുവും സിമിയും കൂടി. വീട്ടുകാരും പിന്നിൽ കുടയെടുത്തു കൂടി. 1.5 മണിക്കൂർ നീണ്ട പ്രദക്ഷിണം. ആർക്കും കാര്യമായ ക്ഷീണം തോന്നിയില്ല. തിരിച്ചു വരുമ്പോൾ വഴിയരികിൽ നമ്മുടെ കോളേജിലെ 5 അംഗ സംഘമുണ്ടായിരുന്നു. അവരെ കൈപൊക്കി കാണിച്ച് പിന്നാലെ വരാൻ ഏർപ്പാടാക്കി. പള്ളി അങ്കണത്തിൽ കയറിയപ്പോൾ തന്നെ ചൂട് ചോറും ബീഫും മോരുകറിയും ചേരുന്ന മണം മൂക്കിലേക്കെത്തി. പള്ളിമുറ്റത്ത് കയറി കുട തിരിച്ചു സമർപ്പിച്ച് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അവരിങ്ങെത്തിയിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഉവ്, അത് കഴിഞ്ഞാ പുറത്തേക്കിറങ്ങിയത്. അജിത്തേട്ടൻ പറഞ്ഞു. എന്നാ വാ, നേർച്ച കഴിക്കാം. ചെല്ലുമ്പോൾ അന്യായ ക്യൂ ആയി കഴിഞ്ഞിരുന്നു. 7 8 നിരയുണ്ട്. ഒരു നിരയിൽ കയറി നിന്നു. നിങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതെന്നാ വല്ലിക്കൊച്ചേ അങ്ങനെ പറഞ്ഞേ? ഒന്നാമത് നീ ഞങ്ങളുടെ ചങ്ക്. നീ വിളിച്ച ഞങ്ങൾ വരാതിരിക്കുവോ? ഒന്നാമത്തെ അതാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ എന്നാടാ അഭി? ജോയലേട്ടൻ അഭിയേട്ടനെ കളിയാക്കി. അതെന്നാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ജോയലെ? സാധാരണ അവൻ പൊതുസ്ഥലങ്ങളിൽ പോകുന്നത് എന്തിനാ? അതിന് തന്നെ. അത് പറഞ്ഞ് പ്രിയേച്ചി പൊട്ടിച്ചിരിച്ചു. കൂടെ ഞങ്ങളും. അജിത്തേ, ഈ സാധനത്തിനെ നിനക്ക് വേണമെങ്കിൽ മാറ്റി നിർത്തിക്കോ. ഇല്ലല് എന്റെ കൈകൊണ്ട് ചാവും. അതും പറഞ്ഞ് പുള്ളി തിരിഞ്ഞു നിന്നു. എവിടെ, നന്നായി എന്ന് വിചാരിക്കണ്ട. തൊട്ടപ്പുറത്തെ ക്യൂവില് 2 നല്ല പെൺകുട്ടികളെ കണ്ടതുകൊണ്ടാ. പിന്നെയും കലപില വർത്താനത്തിന്റെ അവസാനം ഫുഡ് കൊടുക്കുന്നിടത്തെത്തി. ആഹാ, കിച്ചുവേട്ടനും ഇച്ചായനും ഒക്കെയാണ് ആ നിരയിലെ വിളമ്പുകാർ. എല്ലാവരെയും കണ്ട് ഒന്ന് അമ്പരന്നുവെങ്കിലും കിച്ചു വേഗം വേഗം വിളമ്പി വിട്ടു. വിന്നി എല്ലാവരെയും ചിരിച്ചു കാണിച്ചു. കഴിച്ചു കഴിഞ്ഞ് പള്ളിപ്പറമ്പ് മുഴുവൻ നടന്ന് എല്ലാ കടകളിലും കയറിയിറങ്ങി. പിന്നെ എല്ലാത്തിനെയും വീട്ടിൽ പറഞ്ഞു വിട്ട് സ്വന്തം വീട്ടിലേക്ക് വിട്ടു.
ക്ഷീണം മൂലം കട്ടിലേക്ക് വീണു. എല്ലാവരും തിരിച്ചെത്തിയെങ്കിലും വല്യയെ ആരും വിളിച്ചില്ല. ക്ഷീണം കാരണം എല്ലാവരും മയങ്ങാൻ കിടന്നു. വൈകിട്ട് ദച്ചു വന്ന് വിളിച്ചപ്പോഴാണ് വല്ലി കണ്ണു തുറന്നത്. എന്നിട്ടും ദച്ചുവിനെയും കെട്ടിപ്പിടിച്ച് അവൾ പിന്നെയും കിടന്നു. കുട്ടിപ്പട്ടാളം അവരുടെ മേത്തും വന്ന് കയറി കിടന്നു. മേരി വന്ന് എല്ലാത്തിനെയും കുളിക്കാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ എല്ലാത്തിനും നീന്താൻ പോണം. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം കൂടെ പൂളിൽ പോയി ചാടി. രാത്രിയായിട്ടും പിള്ളേരെ കാണാത്തത് കൊണ്ട് മേരി വിന്നിയെയും കിച്ചുവിനെയും നോക്കാൻ പറഞ്ഞു വിട്ടു. അവർ വരുമ്പോഴും എല്ലാം പൂളിൽ തലകുത്തി മറിയുകയായിരുന്നു. കുട്ടികളെ പോലെ കളിക്കുന്ന ദച്ചുവിനെയും വല്യയെയും കണ്ട് അവർക്ക് ചിരി വന്നെങ്കിലും കലിപ്പിട്ട് എല്ലാത്തിനെയും കയറ്റി വിട്ടു. രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കിടപ്പ്. ബർത്ത്ഡേ അല്ലേ, ആദ്യം ഞങ്ങൾക്ക് പരസ്പരം വിഷ് ചെയ്യണമെന്ന് വാശിയാണ്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വീട്ടുകാർക്കും സുഖം. ഒരു സ്ഥലത്ത് വന്ന് രണ്ടുപേരെയും ഒരുമിച്ച് ആശംസ അറിയിക്കാമല്ലോ. 12 മണി അടിക്കുന്നതിന് മുന്നേ തന്നെ രണ്ടും എഴുന്നേറ്റ് മുഖാമുഖം ഇരുന്നു. 12 അടിച്ചതും പരസ്പരം കെട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. വർഷങ്ങളായി പതിവുള്ള കാര്യം. അപ്പോഴേക്കും വാതിൽ തുറന്ന് എല്ലാം കയറി വന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇച്ചായനും കിച്ചുവേട്ടനും വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ കുരുന്നുകൾ ഇടയിൽ തിരികെ കയറി. അമ്മമാരും അച്ഛന്മാരും ചുറ്റും കെട്ടിപ്പിടിച്ച് വലിയ ബോൾ പോലെയായി. അതുങ്ങളെ ഒന്ന് വിടു പിള്ളാരെ, ശ്വാസം മുട്ടും. വല്യമ്മച്ചി പറഞ്ഞപ്പോൾ എല്ലാവരും വിട്ടുമാറി. വല്യമ്മച്ചി അടുത്തേക്ക് വന്ന് രണ്ടുപേരെയും നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ 2 പേർക്കും ഓരോ സ്വർണ്ണ ചെയിൻ തന്നു. വാ, കേക്ക് മുറിക്കാം. കുട്ടിപ്പട്ടാളം തിടുക്കം കാട്ടി. പിന്നെ രണ്ടും കൂടി പോയി കേക്ക് മുറിച്ചു. പരസ്പരം കഴിപ്പിക്കലും വാരിത്തേക്കലും കഴിഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക്. ബാക്കി സമ്മാനങ്ങൾ ഇനി വൈകിട്ടത്തെ ബർത്ത്ഡേ ആഘോഷത്തിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദച്ചു പോയിരുന്നു. ടേബിളിൽ ഒരു ടെക്സ്റ്റൈൽ കവറുണ്ട്. നമ്മുടെ സ്വന്തം കമ്പനി വക. അത് പപ്പയുടെ വകയാണ്. രാവിലെ പുത്തൻ വസ്ത്രം ധരിക്കണം. കവർ തുറന്നു നോക്കി. ഒരു ബേബി പിങ്ക് കളർ ക്രിസ്റ്റൽ വർക്ക് ടോപ്പും വൈറ്റ് ലെഗിൻസുമാണ്. കവറിൽ ഒരു ഡിസൈൻ ചെയ്ത പേഴ്സുമുണ്ട്. അത് തുറന്നു നോക്കി. 500-ന്റെ 10 നോട്ടുകൾ. ഇന്നത്തെ ചിലവിന് വേണ്ടിയാണ്. കുളി കഴിഞ്ഞ് പുതിയ ഡ്രസ്സിട്ട് താഴേക്ക് വന്നു. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി മാത്രം. ഓരോരുത്തരോടും കത്തിവെച്ചു. പുറത്ത് ദച്ചുവിന്റെ വണ്ടിയുടെ ഹോൺ മുഴങ്ങുന്നുണ്ട്. വല്ലി വേഗം ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി. കൊച്ചു, 7:30-ക്കാണ് പാർട്ടി. കോളേജിൽ നിന്ന് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ. പപ്പ പറഞ്ഞത് കേട്ട് തലയാട്ടി. ദച്ചു പുറത്ത് വണ്ടിയിലിരിക്കുന്നുണ്ട്. അവളുടെ ഉടുപ്പ് പീച്ച് കളറാണ്. സെയിം ഡിസൈൻ, വൈറ്റ് ലെഗിൻസ്. വല്യമ്മച്ചി ഇന്നലെ കൊടുത്ത ചെയിൻ കയ്യിലുണ്ട്. അല്ലെങ്കിലും ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് അതിനൊരു മാറ്റം വന്നിട്ടില്ല. തനിക്ക് എന്ത് വാങ്ങിയാലും അവൾക്കും അത് തന്നെ വാങ്ങും വല്യമ്മച്ചി. അല്ല, എല്ലാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തന്നെ വാങ്ങാൻ പോകുമ്പോൾ മാത്രം വേറെ രീതിയിൽ വാങ്ങുക. ഡി, ആലോചിച്ച് നിൽക്കാതെ വാ, ഞങ്ങൾക്കൊരു അസൈൻമെന്റ് വെക്കാനുണ്ട്. ആതിര പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. പിന്നെ വേഗം പറത്തലായിരുന്നു. നമ്മൾ ആലോചിച്ച് നിന്നത് മാത്രമല്ലെന്ന്. അപ്പുറത്തു നിന്നും കിച്ചുവട്ടം വരുന്നുണ്ടായിരുന്നു. അങ്ങേരെ നോക്കി നിന്നതാ. പിന്നെ ബർത്ത്ഡേ ആഘോഷം ഈ തവണ ദച്ചുവിന്റെ വീട്ടിലാണ്. അതും ഓരോ വർഷവും അവിടെയും ഇവിടെയുമായി നടത്തും. ചെറിയ രീതിയിൽ വീട് അണിയിച്ചൊരുക്കി വെക്കുന്നുണ്ട്. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ.